ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളം മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതേ കൊണ്ട് ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമയുടെ 2ാം പാർട്ട് വരുന്നതിനെക്കുറിച്ച് ഒരുപാട് സംഖ്യകളുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് സംസാരിക്കുന്നൊന്നുമില്ല. ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ വേടൻ ഉണ്ടെങ്കിൽ ഒരു കോൺസേർട്ടിന് വന്നപ്പോൾ ഇതേ കണക്ക് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. ആൾക്കാരുണ്ടെങ്കിൽ ഒരുപാട് രീതിയിൽ പൊളിറ്റിക്കലുള്ള കാര്യങ്ങൾ പറഞ്ഞുണ്ടെങ്കിൽ നിങ്ങളെ ബ്രെയിൻ വാഷൊക്കെ ചെയ്യാൻ നോക്കും. അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുണ്ടെങ്കിൽ അതിൽ ചെന്ന് അകപ്പെടാൻ പാടില്ല. നിങ്ങളുണ്ടെങ്കിൽ എന്തുവാണോ ചെയ്യേണ്ടത് അത് നിങ്ങളൊക്കെ കറക്റ്റായിട്ട് ശരിയെന്നുള്ളത് തോന്നുന്നത് മാത്രം കറക്റ്റായിട്ട് ചെയ്യുക. അതോടെ തന്നെ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ ചെയ്യുക. അതിലൂടെ മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് വെളിയിൽ പോകാൻ സാധിക്കൂ എന്നുള്ള രീതിയിലായിരുന്നു വേടൻ പറഞ്ഞിരുന്നത്. ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് പണ്ടുണ്ടെങ്കിൽ ഇതേ കണക്ക് അഖിൽമാരാർ പറഞ്ഞ വേടനെ കുറിച്ചുള്ള ഒരു കാര്യം ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇതേ കണക്കുണ്ടെങ്കിൽ BJP വെച്ചിട്ടാണ് ഇതേ കണക്കുണ്ടെങ്കിൽ വേടൻ ജീവിക്കുന്നത്. ഇതേ കണക്ക് BJPയുടെ ആളുകളെ പറ്റിയും അതോടെ തന്നെ ഈ പ്രസ്ഥാനത്തെ പറ്റിയുണ്ടെങ്കിൽ ഇതേ കണക്ക് ഇല്ലാത്ത കാര്യങ്ങളും അതോടെ തന്നെ ഭയങ്കരമായിട്ട് എതിർക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെയാണ് ഇതേ കണക്ക് ഓരോരോ കാര്യങ്ങൾ എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ എന്തായിരുന്നാലും ശരി, ഇതേ കണക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ എന്തോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ കൂട്ടിയടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും ചെന്ന് തലയിടാതെ അല്ലെങ്കിൽ അതിലൊന്നും ബ്രെയിൻ വാഷ് അവർ നല്ല എഡ്യൂക്കേഷൻ ചെയ്ത് നല്ല രീതിയിലായാൽ മാത്രമേ എന്തുവാണ് ഇവർ പറയുന്നത് അല്ലെങ്കിൽ ഇവരെന്തൊക്കെയാണ് മുതലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാവും എന്നുള്ള രീതിയിലായിരുന്നു വേടൻ പറഞ്ഞിരുന്നത്.